എടാ നോക്കടാ, ഫൈസൽക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നോ? പിന്നെ നിങ്ങളത് നാട്ടിലെത്തിയേ? ഒരാഴ്ചയാടാ. ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ട് വരുവാ. ഉമ്മ പറഞ്ഞു നീ ഇവിടെ ഉണ്ടാവും. പിന്നെ എന്റെ കളിയൊക്കെ കണ്ട് നീ നിൽക്കുമായിരുന്നു. നീ എന്നേക്കാ ടിക്കറ്റ് എടുത്തേ? അത് ഇക്ക ഞാനേ ലീവിന് പറഞ്ഞ തന്നെ ഇവിടെ കളിക്കാനുള്ള വൈബില്ല. ഒരു മാസം കൂടെ ലീവ് നീട്ടിയാലോ എന്ന് ആലോചിക്കാം. വാ പറയട്ടെ. ഡാ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പുറത്തൊക്കെ പോയാലേ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ ഓർമ്മകളൊക്കെ തന്നെ ബാക്കിയുണ്ടാവുള്ളൂടാ. എടാ കളിച്ചു നടന്നാലേ കാലം പോണെന്ന് അറിയില്ല. കാര്യം പറഞ്ഞു തരാൻ എനിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടാക്കിയതൊക്കെ എന്താ ചെയ്ത് എങ്ങോട്ടാ പോയേ ഇപ്പോഴും എനിക്കറിയില്ല. നിങ്ങളാക്കെ വിട്. നിങ്ങൾ അസീനയുടെ കല്യാണം കൂടെ വന്നതല്ലേ? കല്യാണവും കൂടണം. പിന്നെ നമ്മുടെ പ്രവാസി കൂട്ടായ്മയുടെ ഒരു കുടുംബസംഗമം നടക്കുന്നുണ്ട് കൊപ്പത്ത്. പ്രവാസി കൂട്ടായ്മ? ഞാൻ ഖത്തറിലായിരിക്കുന്ന സമയത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ കൂട്ടായ്മയെ കുറിച്ച് അറിഞ്ഞത്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ. കൊപ്പം പഞ്ചായത്തിലോ? നമ്മുടെ കൊപ്പത്ത് തന്നെ. ഞാൻ ഈ കൂട്ടായ്മയെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചു. പ്രവാസികൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഇവരുടെ അടുത്ത് പരിഹാരമുണ്ട്. ഈ കൊറോണ സമയത്തെ നമ്മുടെ കൂട്ടുകാർ വഴി കുറേ സഹായങ്ങൾ എൻ്റെ വീട്ടിലും കിട്ടിയിട്ടുണ്ട്. കുറേ നല്ല നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ കണ്ട് താല്പര്യം തോന്നി ഞാനും ഒരു മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ ഈ ഗവൺമെൻറ് രേഖകളൊക്കെ ശരിയാക്കി കിട്ടാൻ അവരുടെ ഹെൽപ്പ് ഡെസ്ക് നന്നായി സഹായിക്കുന്നുണ്ട്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ലീവിന് വന്നു പോകുന്നവർക്ക് അതൊരാശ്വാസം തന്നെയാണ്. വീട്ടുകാർക്ക് നമ്മുടെ കുറവൊന്നും അറിയാത്ത രീതിയിൽ എല്ലാ സഹായങ്ങളും ഈ ഹെൽപ്പ് ഡെസ്ക് എത്തിക്കും. നിന്റെ വീടിനടുത്തുള്ള രാജേട്ടൻ്റെ അമ്മ കിടപ്പിലായപ്പോൾ വാട്ടർ ബെഡ് കൊടുത്തതും, പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലെ ഷംസൂക്ക ആക്സിഡന്റ് ആയപ്പോൾ വീൽ ചെയർ കൊടുത്തതും ഒക്കെ ഈ കൂട്ടായ്മയാ. അതിന് അവരൊക്കെ ഇതിൽ അംഗങ്ങളാണോ? അല്ല, തൂവൽ സ്പർശം എന്ന പദ്ധതിയിലൂടെ അംഗങ്ങൾ വഴി മറ്റുള്ളവർക്കും ഇത്തരം മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാണ്. അംഗങ്ങളിൽ ആരെങ്കിലും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിന് കരുത്തും സുരക്ഷയും നൽകുന്നതിനായി കുടുംബ സുരക്ഷാ പദ്ധതി. തുടർ ചികിത്സ ആവശ്യമായ അംഗങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും നൽകുന്ന സാന്ത്വനം തുടർ ചികിത്സാ പദ്ധതി. അംഗങ്ങളുടെ മക്കളിൽ ഒരാളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായമായി നൽകുന്ന മംഗല്യനിധി. അംഗങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസുകളും മൊമെൻറ്റുകളും. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ നോർക്ക റൂട്ട്സ്, പ്രവാസി വെൽഫെയർ മെമ്പർഷിപ്പ്, പ്രവാസി ID കാർഡ്, ക്ഷേമനിധി തുടങ്ങിയവ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും. കുട്ടികളുടെ ഭാവിയിലേക്ക് വഴികാട്ടിയായി എഡ്യൂ ടു ജോബ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ ആവശ്യമായ കരിയർ ഗൈഡൻസും പിന്തുണയും. അതിലുപരി അംഗങ്ങളുടെ അഭാവത്തിൽ അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സുരക്ഷയും സഹായവും ഉറപ്പാക്കാൻ ടാസ്ക് ഫോഴ്സ് എന്ന പ്രത്യേക ടീമിൻ്റെ സേവനവും ലഭ്യമാണ്. സഹായം എടുക്കാനും കൊടുക്കാനും ഒരേപോലെ സാധിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. നല്ലതൊക്കെ നമ്മളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഇത്രയും നല്ല കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ ഞാൻ ഇത്രയും വൈകില്ലല്ലോ. എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തലവ് വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ പ്രവാസികൾക്കായി ധാരാളം ബിസിനസ് പ്രോജക്റ്റുകൾ തുടങ്ങുന്നുണ്ട്. നിലവിലെ അവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. മൾട്ടി സ്പെഷ്യാലിറ്റിയോ? നമ്മുടെ കൊപ്പത്തോ? അതെ, ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പൊ നമ്മളൊന്നും ഇനി ദൂരത്തേക്ക് പോകേണ്ടി വരില്ല അല്ലേ? വേണ്ട, ദൂരമുള്ളവരൊക്കെ ഇനി കൊപ്പത്തേക്ക് വരട്ടെ. ഇപ്പൊ വണ്ടിയില്ലാത്ത ഏത് വീടാ ഉള്ളത്? എല്ലാവർക്കും വളരെ വേഗത്തിൽ എവിടെ വേണേലും എത്താം. എന്നിട്ടും ചികിത്സ വൈകുന്നതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ?
അത് ഓപ്പണായ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമ്മുടെ നാട്ടുകാർ കുറേ പേർക്ക് ജോലിയും കിട്ടും. തീർച്ചയായും കൊപ്പത്തിന്റെ മുഖച്ഛായ മാറുന്നൊരു വികസനം ഇതിലൂടെ ഉണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും അതിലൊരു ഷെയർ എടുത്തിട്ടുണ്ട്. അതായത് അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ പാർട്ട്ണർമാരിൽ ഒരാളാണ് ഞാൻ. ഒരു നീണ്ട പ്രവാസത്തിന്റെ അവസാനം സ്വന്തം നാട്ടില് എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. ഇക്ക, എൻ്റെ പ്രവാസത്തിനും ഒരു ഉറപ്പ് വേണം. അധ്വാനവും സമ്പാദ്യവും പാഴായി പോവില്ലെന്ന് ഉറപ്പ്. അതിനെത്ര കാശ് മുടക്കാനും ഞാൻ തയ്യാറാണ്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്നതിന് ഒരു മന്തിയുടെ ചെലവ് പോലും വരില്ലടാ. നിനക്കുള്ള ഉറപ്പ് നമുക്ക് നാളെ തന്നെ പോയി ശരിയാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ആ